ഹലോ. ഹലോ. ഉം. എന്താ എന്റെ വന്നാ ഇക്ക വന്ന് ഇന്നലെ രാത്രി രാത്രി എത്ര മണിക്ക് എത്തിന്? ഇന്നലെ വൈകുന്നേരം എത്തി. ആ, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടാവും അല്ലേ? പിന്നെ നല്ല സുഖമായിട്ട് ഉറങ്ങി. എന്നാ പിന്നെ നീയല്ലേ പറഞ്ഞേ എന്റെ ക്ഷീണവും ഒക്കെ വന്നിട്ട്, അതുകൊണ്ട് സമാധാനമായല്ലോ. ആർക്ക് സമാധാനായി? എനിക്ക് ഞാനങ്ങോട്ട് കിടന്നുറങ്ങിയെങ്കിൽ ഞാൻ വന്ന് ഇതാക്കി എന്റെ ഇതെല്ലാം അങ്ങ് തീരൂലേ ഒരു ദിവസം കൊണ്ട്. സമാധാനത്തിൽ ഉറങ്ങി. കുറച്ച് കഴിഞ്ഞേരം കേട്ടാ. കുറച്ച് കഴിഞ്ഞാലാ? കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞേരം സമാധാനത്തിൽ ഉറങ്ങി. അതെന്താ? പറയണ്ട മോനെ. ഞാൻ വിചാരിച്ച് അവിടുന്ന് ക്ഷീണെല്ലാം പിടിച്ച് ഇതെല്ലായിട്ട് വന്നല്ലേ. അതൊന്നും ഒരു പ്രശ്നേ അല്ല. പിന്നെന്തിനാണ് അങ്ങനെ ഇങ്ങോട്ട് ഓടീന്? പ്രശ്നമുള്ളോണ്ടല്ലേ ഓടീന്? അവിടെ പ്രശ്നമുള്ളോണ്ട് ഓടി. ഇവിടെ വന്നിട്ട് ഉഷാറാക്കിട്ട് തകർത്തോ? ഇവിടെ വന്നിട്ട് ഇന്നലെ ഏതാ മോനെ കളി. അത്രക്കുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ സുഖമായിട്ട് ഉറങ്ങി. അറിയാൻ പറഞ്ഞ സുഖമായിട്ട് ഉറങ്ങി. മൊത്തം ഉടഞ്ഞാൽ തന്നെ ഉടച്ചാ പറയണ ഒന്നത്. ഇനി ഉടയാനൊന്നും ബാക്കിയില്ല. അതെ, തലേന്ന് ഞാനും കൂടി വന്നോണ്ടാ. എപ്പോ അന്ന്? അതിന്റെ തലേന്നല്ലേ? അതെ. അപ്പൊ അതിലും വലിയ കളിയാണ് ഇന്നലെ കളിച്ചത്. ആരെന്റെ കെട്ടിയോനാ? ഞാനും അങ്ങനെയാന്ന് വിചാരിച്ച്. അതൊന്നായി പറ്റി. ഒന്നും പറയണ്ട. കുറച്ച് മാസത്തെ ഇതില്ലേ കൂട്ടി വെച്ചത്. അങ്ങനെ മറ്റേ അങ്ങനെയാ ഇങ്ങനെയാന്ന് അതൊന്നും ഇല്ല കേട്ടാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നാല് ഇത്രയും കളി ഉണ്ടാവോ? ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോ മാറും. നീ എന്നല്ലേ പറയല്? അത് മാറിയിരിക്കും. പക്ഷെ നിന്റെ കണ്ണ് തള്ളിനാ? കണ്ണ് തള്ളിപ്പോയി. എല്ലാം ചെയ്തു കേട്ടാ. ഞാൻ ചെയ്യുന്ന പറഞ്ഞ അല്ലേ അതിനൊക്കെ നീ കൂട്ടിയാ? നീ ചെയ്യുന്നതിനപ്പുറം. മോളെ നീ ഉള്ള തന്നെയാ പറയുന്നു. ശരിക്കും എനിക്ക് വിശ്വാസമില്ല. കണ്ടല്ലോ വിശ്വാസം. ശരിക്കും ഉള്ളതാ ഞാൻ പറയുന്നു. എനിക്കെന്നാ ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് കൂട്ടിരുന്നു. കാണിക്കേ ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാന് ആ സമയത്ത് നല്ലത്. ഒന്നുമില്ലെങ്കിൽ നിന്റെ സൗണ്ടെങ്കിലും നേരം മനസ്സിലാവൂലേ? അപ്പൊ എന്നെ ഇത് വീട് കിടന്നെടുക്കുന്ന റെക്കോർഡ് ചെയ്യാൻ ഫോൺ എടുക്കാൻ പോവാ. ആദ്യമേ അതിലെടുത്ത് വെക്കുന്നേ. പിന്നെ അതൊക്കെ കേൾക്കാനൊരു രസമല്ലേ? ഞാനിതിങ്ങനെ പിടിച്ചു വെക്കുക. ഈ ഫോണും പിടിച്ചു വെക്കുക. നീ പിടിച്ചു വെക്കണ്ട. ബാക്കിലെ ചുമരിനവിടെ ചാർത്തി അവിടെ ഓണാക്കി വെച്ചാ പോരെ. നേരം അനക്കത് കാണുകയും ചെയ്യാം. എനിക്ക് നിന്റെ സാറായിട്ടുള്ള കണ്ടിട്ടാണ് വെള്ളം ഇറക്കുക. ഞാനത്രയും ചെയ്തോളൂ. കണ്ടു കഴിഞ്ഞാല് വെള്ളം ഇറക്കണം. വേറെന്നെ ഇറക്കണോന്നാ? എന്നാലും നിന്റെ ഇക്ക വന്നല്ലോ. നിന്റെ സമാധാനം എന്റെ സമാധാനം പോയി. ഇക്ക വന്ന് ഇന്നലത്തെ കളി കണ്ടപ്പോ എനിക്ക് സമാധാനായി. ഇനി ഇങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെയല്ലാണ്ടായി പോട്ട്. നീ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞോ പറഞ്ഞു എല്ലാം കൊളാക്കുവാ.
ഞാൻ പറഞ്ഞിട്ടാണ് കൊളാകുന്നത്. പിന്നെ അല്ലാണ്ട് ഈ ഏത് സമയവും ഇരിക്കാതെ ഇങ്ങനെയാന്ന് പറ്റി കൊളാക്കാണ്ടായി പോട്ടതാ ഞാൻ വിചാരിക്കുന്നത്. എന്താ കൊളായ പിന്നെ എന്താ പോയി ഏ കൊളായ പിന്നെ മീനെ പിടിക്കാലോ. ഞാൻ കുറേതായി മീനുണ്ടാവോ നോക്കുന്നു. ഉം. കയ്യിലിട്ട് നോക്കിയിരുന്നു മീനൊന്നും കിട്ടില്ല. ഉം. നാട് നോക്കലുണ്ടോ മീനുണ്ടോ? ഞാൻ ഇന്നലെ നോക്കി ഇപ്പൊ പരലേ കിട്ടിയിട്ടുള്ളൂ. അല്ല ഞാൻ അങ്ങനെ നോക്കല്ലല്ലോ. ഇങ്ങനെ തോന്നിക്കാണും ഒന്ന് നോക്കാന്ന്. അതായിരിക്കും എനിക്ക് സൗണ്ട് ഇല്ല, കട്ടായി പോകുന്നു. കട്ടായി പോകുന്നുണ്ടോ ഇപ്പൊ? ഇപ്പൊ ശരി. അല്ല അതാണ് എനിക്കിത്ര സന്തോഷം അല്ലേ. പിന്നെ സന്തോഷിക്കാണ്ട് ജീവിതത്തിൽ ഇന്ന് വരെ ഇത്ര സന്തോഷം തോന്നിയിട്ടുണ്ടാവില്ല. എന്നാലും അയാൾ ആദ്യമായിട്ടല്ലേ പറലുണ്ടോ നോക്കിയത്? ആദ്യമായിട്ടല്ലേ ഇത് നോക്കിയിട്ടുണ്ടാവുക? ഇനിയും നോക്കാൻ പറയണം പറലുണ്ടോ. ഇനി തൊട്ടോ അയാളെ വന്നേന്റെ ഇതില് എന്തെങ്കില് മീന എന്തെങ്കിലും കൂടിനെ നോക്കാൻ വേണ്ടിട്ടായിരിക്കും നോക്കിയിട്ടുണ്ടാവും. ഇക്ക വിചാരിച്ചിട്ടുണ്ടാവൂ പിന്നെ അല്ല ഞാനിപ്പോ എവിടെയും പോക്കില്ല സംശയിച്ചിട്ട്. സംശയമുണ്ട്. അപ്പൊ ഉമ്മയുണ്ടല്ലോ, അപ്പൊ ഇവളെ എവിടെയും പോക്കില്ലാന്ന് നോക്കിയതായിരിക്കും. ഇപ്പം വിളിക്കുമ്പോ അയാളെന്നാ ചെയ്യുന്നു? ഉറക്ക അയാള് ഉറങ്ങിയ പോലെ കിടന്നിട്ട് ഇത് പറയുന്ന കേക്കറ് കേട്ടോ. നീ ഉള്ളേ ഞാനിങ്ങ കുറച്ച് ദൂരെയാ. ഇങ്ങ ദൂരെയുള്ള പുറത്താല്ല. പരിസരം മറന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കല്ല എനക്കാ പണി. എനിക്ക് പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കാൻ പോലും കിട്ടൂലല്ലോ. എനിക്കെന്നെയാണ് ഇപ്പൊ പണി. ഇപ്പൊ പണി എനക്കന്നെ. പ്രശ്നങ്ങളൊന്നും വേഗം തീർന്നാ മതി. അല്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോവും. അപ്പൊ അതയ്യാ അപ്പൊ ഒന്നും ചെയ്യാനില്ല. ഞാൻ ആരും കാണാണ്ടാണ് വരും ബാക്കില് ജനലിന്റെ അടുത്ത്. അനക്ക് രണ്ടായാലും കണക്കാ. അനക്ക് കണക്കാവില്ലല്ലോ. അല്ല ഇപ്പൊ ഒന്നുമില്ല. ഞാൻ ഐസ്ക്രീമും പരട്ടിയിട്ട് ആ ജനല് ഓപ്പൺ ആക്കിയ ഞാൻ എടുത്ത് പുറത്താടി ഇട്ട് തരും, അകത്തിട്ട് തരും. നീ ഐസ്ക്രീം തന്നാ മതി. അങ്ങനത്തെ സഹായം ചെയ്ത് തന്നോ വൈകുന്നേരം കേട്ടാ. തിന്ന് തന്നാ മതി. എന്താ ഐസ്ക്രീം ആദ്യം ഇടാൻ കഴിയും നോക്കട്ടെ. അതെന്താ? അല്ല ജനലിന്റെ ഉള്ളിലോട്ട് ഇടാൻ പറ്റുമോന്ന് അറിയണ്ടേ, എന്നിട്ടല്ലേ. അതെല്ലാം ഞാൻ അകത്തിട്ട് തരും, തിന്നാ മതി. എന്തായാലും എന്റെ ഐസ്ക്രീം ഒന്നും തന്നിട്ടില്ലല്ലോ. ഇനി ഞാൻ തന്നെ വേണ്ടേ? എന്റെ എന്തായാലും ഐസ്ക്രീം ഒന്നും തരൂലല്ലോ. അതെല്ലാം തരും. അതൊന്നും നീ അല്ലേ തന്നിട്ടേ ഇല്ല. വെറുതെ തന്നില്ലേ? ഇന്നലെ അതും തന്നില്ല. ആന്ന് നീ വിശ്വസിക്കണ്ട, ഉള്ളതാ. ആകട്ടെ, ഞാൻ വന്നിട്ടാകുമ്പോ ഞാൻ ഐസ്ക്രീം തരും, നീ എനക്ക് മിൽമ കുടിക്കാൻ തന്നാ മതി. പാല് മിൽമ പാല് കുടിക്കാൻ തന്നാ മതി. അത് ഇവിടെ സ്ഥിരം സൂക്ഷിച്ചേച്ചില്ലേ. പിന്നെ ഞാൻ കുറച്ചും കൂടി ജനലിന് അടുത്ത് വന്ന് ഞാൻ പറലുണ്ടോ നോക്കോളും കൈകൊണ്ട്. അപ്പൊ പിന്നെ എല്ലാം ആയില്ലേ. അത്രയല്ലേ ചെയ്യാൻ പറ്റും. സ്ഥിരവും നോക്കുന്നല്ലേ? സ്ഥിരവും നോക്കുന്നില്ല. ഞാൻ പറഞ്ഞ നീ പുറത്തൊന്നും വരുന്നില്ലേ എങ്കില് എനിക്ക് ഉറങ്ങിയിട്ടാകുമ്പോ ഞാൻ അങ്ങനെ വരാന്നാ പറഞ്ഞു. അതൊന്നും നടക്കൂല മോനെ. അങ്ങനെ പറയറ്. ഇനിയിപ്പൊ ഞാനെന്നാ ചെയ്യാ? ഇനി പറലുണ്ടോന്ന് വേറെ ആരെങ്കിലും നോക്കാൻ പോണ്ടി വരും. പറലുണ്ടോ നോക്കാൻ എനിക്ക് വേറെ കുളം കിട്ടണ്ടേ? അതെല്ലാം കിട്ടും പരിധിയാലും. എപ്പോ എന്തോ പ്രശ്നമുണ്ട്. അതാണ് ഒന്ന് സെറ്റായി വരുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ ഒന്ന് പോവും. മുരിങ്ങാക്കോ എല്ലാം അവിടെ തന്നെ ഉണ്ടോ അതോ? ഇനിയിപ്പോ അത് നിന്നിട്ട് എന്താക്കാനാ? അയ്യോ അത് കളയണ്ടാട്ടാ. അതെല്ലാം തിന്ന ആരോ ഉഷാറാട്ടെ. ഉഷാറായിട്ട് ഞാനെന്നാ ചെയ്യാ? കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചൂടെ? എന്തെന്നാലും വന്നല്ല, നീ ഒരു കാര്യം ചെയ്യും, ഇടക്ക് സംശയമില്ലാതെ പോലെ ഒന്ന് മാർക്കറ്റിലെല്ലാം വരണം കേട്ടാ. ഞാനേ
എങ്ങനെയാ നോക്കട്ടെ. അതൊക്കെ സാധനമൊക്കെ മേടിക്കാനായിട്ട് എങ്ങനെയാ വിധു അവിടെ നിറങ്ങുവാ നോക്ക്. രണ്ട് കസ്റ്റമർ വരാൻ നോക്ക്. എന്നാ ഞാൻ വെക്കുന്ന ശരി. ചെയ്യും. ആ